നമ്മുടെ കേരളത്തിൽ സെക്സിനെ കുറിച്ചുള്ള തുറന്നു പറഞ്ഞാൽ എന്തോ മോശം കാര്യമാണ്, ടാബുവാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് കഴപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ കോഴിയാണ്, എന്തിനാ എല്ലാവർക്കും ഉള്ള വികാരമല്ലേ. സെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം പറഞ്ഞാൽ ഇങ്ങനെ വികാരം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നേച്ചറിൽ ദൈവം കൊടുക്കേണ്ട ഒരു കുട്ടികളുണ്ടാവാനുള്ള പ്രോസസ്സ്. അതിൽ പ്ലഷറും വേണ്ട പെയിനും വേണ്ട, പ്ലഷറും വേണ്ട പെയിനും വേണ്ട, അങ്ങനെ ആവണമായിരുന്നു. പ്ലഷറും വേണ്ട പെയിനും വേണ്ട, പിള്ളേരുണ്ടായാലും മാത്രം. അങ്ങനെയാണെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ല, ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ് പറഞ്ഞാൽ. അങ്ങനെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് രണ്ടും ഉണ്ട്, ലവ് ഉണ്ട് ലസ്റ്റും ഉണ്ട്. നമ്മുടെ ലൈഫ് പാർട്ട്ണർ ചെയ്യുമ്പോൾ കൂടുതൽ ലവ് ആയിരിക്കും. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പോകുമ്പോൾ ലസ്റ്റ് ആയിരിക്കും കൂടുതൽ. അതാണ് ഞാൻ പറഞ്ഞത്. സന്തോഷമൊക്കെ ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു വിർജിൻ അല്ല എന്ന്. പിന്നല്ല, സ്നേഹിച്ച പെണ്ണിനെയാണോ അതോ, ചോദിക്കേണ്ടാത്ത ചോദ്യമാണ് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിച്ചോളൂ, ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച പെണ്ണിനെയാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ പണം കൊടുത്തു പോയതാണോ? പണം കൊടുത്തു പോയതാണോ? പണം കൊടുത്ത് പോയതാണ്. എനിക്കങ്ങനെ ലവ് അഫെയർ ഉണ്ടായിട്ടില്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടില്ല, ഗേൾ ഫ്രണ്ട് സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പണം കൊടുത്തു പോയതാണ്? പോയതാണ്. ഒരു തവണ, 2 തവണ, അത് എത്ര അത് പറയാൻ പറ്റില്ല. പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സത്യസത്യമായിട്ട് പറയാനും പോയിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ബോയ് ഫ്രണ്ട്, എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട് ആയിട്ടില്ല. ഉണ്ടാവുന്ന ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടായിരിക്കും സന്തോഷ് വർക്കിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവാത്തത്? എനിക്കറിയില്ല, എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടാവാം. ആര് പറഞ്ഞു സന്തോഷ് വർക്കിക്ക് കാണാൻ? ഞാൻ വലിയ ഒരു ആവറേജ് ലുക്കാണ്, മതിയല്ലോ. അത്ര വലിയ സുന്ദരൻ്റെ ഫീച്ചേഴ്സ് പണ്ട് ചെറുപ്പത്തിൽ നല്ല കളറായിരുന്നു, പിന്നെ ആ കളർ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ. കളറില്ലാത്തവർക്ക് പെണ്ണ് കിട്ടി. പിന്നെ എനിക്ക് ഫീച്ചേഴ്സ് വളരെ മോശമാണ്, ആവറേജ് ലുക്കേ ഉള്ളൂ. ലുക്കിലൊക്കെ എന്താ സന്തോഷ് വർക്കി കാര്യം? ഇപ്പം എൻ്റെ നല്ല മനസ്സോ ബുദ്ധിയോ നോക്കുകയാണെങ്കിൽ എൻ്റെ പുറകെ ഇപ്പോൾ എത്രയോ പേര് വന്നേനെ. അത് രണ്ടും നോക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അത് പിന്നാണ് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ പെൺകുട്ടി കാണുമ്പോൾ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് 6 പാക്ക് ബോഡിയോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ല, നിങ്ങളൊന്ന് ഇത് നടക്കാൻ പോകില്ല. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പോയില്ല. തലേ ദിവസം ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വരും, നിങ്ങളെന്നാ ആ പെണ്ണ് നല്ല സുന്ദരിയാണ്, ഇപ്പോൾ ഇത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് 6 പാക്ക് ബോഡിയോ പിന്നെ പ്രായമായി, ഇത് നടക്കില്ല എന്ന് അവർ പറഞ്ഞാണ്. അത് നടക്കില്ല എന്ന് സന്തോഷ് വർക്കിക്ക് തന്നെ അറിയില്ലേ? എനിക്ക് തോന്നിയില്ല. എനിക്ക് 1% പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് വരെ ഉണ്ടായിരുന്നു. സന്തോഷ് വർക്കിക്ക് പ്രായം എത്രയാണ്? 37. ആ പെൺകുട്ടിക്ക് കൂടി വന്നാൽ ഒരു 25 വയസ്സിൽ താഴെ, 22-23 ആയിരിക്കും. ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഞാനിപ്പോൾ ഫാദർ നഷ്ടം നമ്മൾ 12 വയസ്സ് ഗ്യാപ്പില്ലേ. എല്ലാം സന്തോഷ് വർക്ക് സിനിമയുമായി. സിനിമയല്ലേ, ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അങ്ങനെ പ്രണയത്തിനാണ് ഏജ് പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ അങ്ങനെയല്ല പലപ്പോഴും നടന്നിട്ടുണ്ട്, പല ഇത് നടന്നിട്ടുണ്ട്. അപ്പം കുറ്റബോധമുണ്ടോ അന്ന് ആ പെൺകുട്ടികളുടെ കാര്യത്തിൽ? കുറ്റബോധമൊന്നുമില്ല, ഞാൻ എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു, അത്രേ ഉള്ളൂ. അവരാണ് അത് വേറെ രീതിയിൽ, അവർ കണ്ടന്റ് മേക്കിംഗ് ഒരു ബിസിനസ് രീതിയിൽ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവര് താങ്കൾ പറഞ്ഞു ആ പെൺകുട്ടി താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കും, തലേ ദിവസം അവർ പറഞ്ഞപ്പോൾ നിർത്താൻ അവർ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. താങ്കൾ അവസാനം പറയുന്നത് ഇങ്ങനെ, ആ പെൺകുട്ടിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ കയ്യിൽ അവരുടെ നമ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, എൻ്റെ കയ്യിൽ അവരുടെ നമ്പർ ഇല്ല എന്നാണ് താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ചത്. നമ്പർ ഇല്ല. ഞാൻ പേരോട് ചോദിച്ചു, പലരോടും ചോദിച്ചു, നമ്പർ കിട്ടിയില്ല. ഫേസ്ബുക്കിൽ എഴുതിയത് ആ പെൺകുട്ടിയുടെ നമ്പർ. ഞാൻ ഒരുപാട് മീഡിയക്കാരോട് ഒരുപാട് ചോദിച്ചു. പെരേര തന്നെങ്കിൽ അപ്പം തന്നെ ക്ലിയർ ആണ്, പെരേര തന്നില്ല, വരാൻ തന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അല്ലെ കുറച്ചുകൂടെ റിസർച്ച് നടത്താമായിരുന്നു. സ്വാഭാവികമായും താങ്കൾ സോഷ്യൽ മീഡിയയിൽ ആ പോസ്റ്റ് ഇടുമ്പോൾ ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുടെ മാധ്യമത്തിൽ വിളിച്ചിരുത്തി അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുക എന്നുള്ളത്. അല്ല, അതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അപ്പോഴേ തീർക്കാമായിരുന്നു. അവിടെ വിളിച്ചു വരുത്തി അവരെ പറയട്ടെ, വിളിച്ചു വരുത്തി അപമാനിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചില്ല, അല്ലാന്ന് പറഞ്ഞല്ലേ. അവരത് ശരിക്കും ഒരു ക്രൂക്കറ്റ് ഡീലാണ് ഉപയോഗിക്കുക ചെയ്ത. പക്ഷേ അത് ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ താങ്കൾക്ക് മനസ്സിലായെങ്കിൽ താങ്കൾക്ക് അത് അവസാനിപ്പിച്ച് എഴുതിട്ട് പോകാം. നമ്മൾ ഈ പ്രണയിക്കുന്ന സമയത്ത് നമുക്ക് ലവ് ആണ്, പ്രണയിക്കുന്ന സമയത്ത് ഹാർട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബ്രെയിൻ അല്ല. അതെന്ത് പ്രശ്നമാണ്. ആ പെൺകുട്ടി അത് പറയുമ്പോഴും താങ്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? എനിക്ക് അവസാനം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.